ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് 50 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ആര്യഭട്ടയുടെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. മൈത്രി, ജവഹർ, ആര്യഭട്ട എന്നീ 3 പേരുകളിൽ നിന്ന് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടയുടെ പേര് നിർദ്ദേശിച്ചെടുത്തത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. വിക്ഷേപിച്ച 4 ദിവസത്തിനുള്ളിൽ ഉപഗ്രഹം 60 ഭ്രമണപഥങ്ങൾ പൂർത്തിയാക്കി. 4 ദിവസവും 60 ഭ്രമണപഥങ്ങളും പൂർത്തിയാക്കിയപ്പോൾ വൈദ്യുത തകരാർ മൂലം ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടപ്പെട്ടു. 2 രൂപ കറൻസിയിൽ ഉപഗ്രഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. യു രാമചന്ദ്ര റാവു ആണ് ഉപഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 1992 ഫെബ്രുവരി 10 ഭ്രമണപഥക്ഷയം മൂലം ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. ഉപഗ്രഹത്തിൻ്റെ ഭാരം 358 കിലോഗ്രാമായിരുന്നു. ദൗത്യം ജ്യോതിശാസ്ത്ര സംബന്ധമായ പരീക്ഷണം, ഗാമ, എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയായിരുന്നു. വിക്ഷേപണം 1975 ഏപ്രിൽ 19 റഷ്യൻ റോക്കറ്റ് വിക്ഷേപണ വികസന കേന്ദ്രമായ കമ്പുസ്റ്റിൻ യാറിൽ നിന്ന് C-1 ഇൻ്റർകോസ്മോസ് 3M എന്ന വിക്ഷേപണ വാഹനത്തിലായിരുന്നു. നിർമ്മാണ ചെലവ് 3 കോടി രൂപയാണ്. അന്നത്തെ 3 കോടി രൂപയായിരുന്നു ചെലവ്. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ചതിന് ശേഷം 50 കൊല്ലം പൂർത്തിയായിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.